നമ്മുടെ ആദ്യം പിടിച്ച ജമന്തിയുടെ പൂക്കളൊക്കെ ഡള്ളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ 10 ജമന്തിയും ഒന്നിച്ച് പൂത്തത് കാണിച്ചു തന്നാലും അപ്പൊ പിന്നെ അങ്ങനെ ആവട്ടെ. എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പോം ജമന്തി എന്നൊക്കെ പറയാം. ഇതിന്റെ സ്റ്റെമ്മ് റൂട്ട് പിടിപ്പിക്കാൻ വെച്ചിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് ഞാൻ ജമന്തി വാങ്ങിയത് റെഡും ഓറഞ്ചും ഉണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ്. കൂട്ടത്തിൽ ഓറഞ്ച് മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. കാണാൻ ഇതും വെറൈറ്റി ആണെങ്കിലും ഇതിന്റെ സ്റ്റെമ്മൊന്നും റൂട്ട് പിടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ആ വഴിയും ക്ലോസ് ആയി. പിന്നെ നോക്കിയത് ഡബിൾ കളർ ഉണ്ടോ ഇല്ലയോ എന്നാണ്. അതും പിടിച്ചിട്ടുണ്ട്. ഇവിടെ ജമന്തി എല്ലാം ഒരു 11 മണി വരെയുള്ള വെയിൽ കിട്ടുന്നിടത്താണ് വെച്ചേക്കുന്നത്. ഇതിന്റെ പോട്ടി മിക്സിൽ കൂടുതലും മണൽ ചേർന്നിട്ടുള്ള മണ്ണാണ്. അതാവുമ്പോൾ റൂട്ട് ഓടാൻ വളരെ ഈസി ആണല്ലോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം എപ്പോഴൊക്കെ ഒഴിക്കണം. ടോപ്പ് ലെയറുള്ള സോയിൽ ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. ബട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വെള്ളം കൊടുക്കണം. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ റൂട്ടൊക്കെ വെളിയിൽ ചാടി നിൽക്കും. അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂടിയിട്ട് കൊടുക്കണം കേട്ടോ. മണ്ണ് വെള്ളം കുറഞ്ഞിട്ട് നല്ല രീതിയിൽ വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ രാവിലെ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ജമന്തി കാണുക. അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെയോ വൈകിട്ടോ വെള്ളം ഒഴിക്കും. പിന്നെ നമ്മൾ കമ്പൾസറി ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് വെള്ളം താഴോട്ട് ഇറ്റിറ്റ് വീഴുന്നുണ്ടോന്നാണ്. അതായത് പോട്ടിന്റെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ.